ഹൈ ഗോയ്സ്, നമ്മള് വർക്കല പോകുന്നുള്ള രാജാര് പൊന്നൂടി പോയിക്കൊണ്ടിരിക്കുക. ഒന്നാം പ്രതി എല്ലാവരും കണ്ടു കാണുമെന്തോ ശിവനെ. എല്ലാവരും ഉണ്ട്. ആക്ച്വലി സൺറൈസ് കാണാനാണ് നമ്മൾ പോകാൻ വേണ്ടിയിരുന്നത്, പക്ഷെ ഇനി സൺസെറ്റ് കാണാം. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത് ബദാമല്ല, നമ്മളൊക്കെ പറ്റിച്ചതാണ്. അത് യഥാർത്ഥ ബദാം അതൊന്നും അല്ല. സാധനം കിട്ടും, പക്ഷെ നമ്മൾ കഴിക്കുന്ന ബദാം ഇതല്ല. അങ്ങനെയാണ് എന്റെ അറിവ്. അത് ഫേക്ക് ബദാം. എത്ര എല്ലാ ഇവിടുത്തെ സ്കൂൾ പിള്ളേരൊന്നും കാണും. സുമോ അത് ഇങ്ങനെയാണ് ഇരുന്നത്. എന്തോ സത്യം, ഉള്ളിൽ കൊണ്ടിന്റെ പോക്കൾ ഇങ്ങനെ ഭയങ്കര വണ്ണമായിരുന്നു. ഉള്ളിൽ കൊണ്ടത് അത് ഭീമയുടെ വരച്ചല്ലേ, മറ്റേ എന്താ മാർബിൾസിന്റെ മാർബിളല്ല. ഞാനും വിചാരിച്ച് ഉണ്ണിക്കൊണ്ട വലുതാവുന്ന കേട്ടാ, ഉണ്ണിക്കൊണ്ടല്ലേ വലുതാവുമ്പോ നല്ല പൊണ്ണത്തടിയിലാവുന്ന വിചാരിച്ചതാ ഞാൻ കൊച്ചിന്. അതെ, കൊച്ചിന് നല്ല വണ്ണം വെച്ച് പിള്ളേരൊക്കെ വലുതാവുമ്പോ എത്ര നേരമായിരുന്നു? 7:50 നമ്മളെത്തി. ഇവിടെയല്ലേ വലിയ വെച്ചിട്ട് എന്റെ കല്യാണം കഴിഞ്ഞത് ഇവിടെ പള്ളിയിൽ. അല്ല, ഇത് കഴിഞ്ഞിട്ടല്ലേ? അങ്ങോട്ടാണ്. യെസ്, പാലോടാണ്. ആ റോഡ് ശരിയാക്കി. ആ പാലോട് റോഡ്, പാലോട് പൊന്മുടി റോഡ് പണ്ട് ഭയങ്കര ഒരു ബ്ലോഗർ. പൊന്മുടി ഓ പൊന്മുടി പട്ടി. ശരിയാണ്, ഇതൊക്കെ ഈ തണുപ്പത്ത് എങ്ങനെയാണ്? സാധാരണ പട്ടികൾ കുറവാണ്. പൊന്മുടി കേറി പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെ രീതികളൊക്കെ അല്ലേ? അല്ല, ചിലപ്പോ രാവിലെ ആയോണ്ട് ചേഞ്ച് കാണൂലേ? ചേഞ്ച് കാണില്ല. ആണ് 500 രൂപ അടുത്ത് ചേഞ്ച് ഇല്ലെങ്കിൽ 300 രൂപ തരാം. ഒരു വിഷയമല്ല, 500 കൊടുക്കും. അതൊക്കെ ഒരു വിഷയമാണ്. ഹെയർപിന് കയറും. ഇതൊക്കെ അയച്ചു കൊടുത്ത അമ്മ ഇപ്പൊ എവിടെ വർക്കലല്ല ബ്ലോക്ക്. ഇവിടെ എന്ത് സംഭവിച്ചാലും അതൊക്കെ വർക്കലാണ് സംഭവിച്ചത്. ഇല്ല 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 അതല്ല. അങ്ങനെ നമ്മള് ഫസ്റ്റ് അല്ലേ? പക്ഷെ ഞാൻ അങ്ങനെ എവിടെയും പോകുമ്പോഴില്ല, പോയി കൊറേ കഴിഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ഓടത്തുമാരെ കയറിയിട്ട് അല്ല, അതിൽ കൂടുതലാണെങ്കിൽ പൈസ അത് തന്നെ പൊടിയാ നിന്നാ കുഴപ്പമില്ല. അതുവരെ ഇതിന് വാലിഡിറ്റി ഉള്ളു. അതിന് അടുത്തൊരു ബില്ലും കൂടെ വാങ്ങി ചിലപ്പോ. ബില്ലിന്റെ എനിക്കിവിടെ വന്നായിട്ട് ഓർമ്മയില്ല, പക്ഷെ ഇവനെ എങ്ങനെ ഓർമ്മ ഉണ്ടാവും? ആരാ? അല്ല, എനിക്ക് ഇവിടെ പൊന്മുടി വന്നായിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. പിന്നെ ആരും ഓർമ്മയുണ്ട്? പൊടിയനെ ഓർമ്മയുണ്ടെന്ന് നമ്മളിവിടെ കറക്റ്റ് കാടിന്റെ സൗണ്ട് അല്ലേ?
EV വണ്ടി കൂടെ ആയതുകൊണ്ട് നല്ല ഫോഗ് അടിക്കണം കേട്ടാ. ഫോഗ് അടിക്കണം ക്ലാസ്സിൽ. സ്റ്റെബിലൈസേഷൻ ഐഫോൺ അല്ലേ ചേട്ടല്ലോ കാര്യം പറയാട്ടോ, എനിക്ക് ചെവി അടഞ്ഞു. ആ പോണാ പൊടി ചുരുട്ട് കൊടുത്തു അഭിപ്പെടുത്ത് വലിക്കും. ടിക്കറ്റ് അവിടത്തെ താഴത്തെ രാവിലെ ആയതുകൊണ്ടായിരിക്കും നമുക്കിങ്ങനെ പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വണ്ടി ചേട്ടാ ഹെയർപിൻ 10 കഴിഞ്ഞിട്ട് പിന്നെ ഇവന്മാര് എഴുതിയിട്ടില്ല. അതാണ് ഇവന്മാര് എഴുതിയിട്ടില്ല. മാത്രമല്ല എല്ലാം എഴുതില്ല, ബോർഡൊക്കെ പോയെന്നോ. അല്ല ചേട്ടാ, നമ്മള് ഇപ്പൊ തന്നെ ഒരു 4-5 വളവ് കഴിഞ്ഞ് ഹെയർപിന്നായിട്ട് കഴിഞ്ഞില്ല, ഇനി ഉണ്ട്. ശരി, കുറച്ച് അല്ല അവിടെ വന്നിട്ടുണ്ടോ പെട്ടെന്ന്. അതോ ബാക്കിൽ നിന്ന് കാറ് പറഞ്ഞ ഇത് ഹെയർപിൻ അറിയില്ലേ കിട്ടാ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെവി അടയണം, ഇടയ്ക്കിടയ്ക്ക് തുറക്കണം. ഓരോ ഹെയർപിൻ വരുമ്പോഴും തുറക്കും. ആ അങ്ങനെ പോടാ. അല്ല തടുപ്പ് കുറച്ച് അടുത്ത് കയറാൻ വേണ്ടി. ഇല്ല 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 ഇല്ല, അല്ല ഞാൻ കണ്ട് വെയിൽ കണ്ടിട്ടാണ് പറഞ്ഞത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, കുഴപ്പമില്ല. ഇവിടെ വരെ വെയിലുണ്ട്. ആ തണുപ്പാണ്. ഒരു ടെറർ മോഡോ കുഞ്ഞുമരെ പറയാണ്ട് എന്താ ചേച്ചി ഗ്ലാസ്സിലല്ലേ അങ്ങോട്ട് എന്താ അങ്ങോട്ട് നടന്നു വന്നേക്കും. Guys, we reach Ponmudi. Nice, Papa.
ലക്ഷ്യസ്ഥാനം നോക്കി നമ്മൾ നടന്നു. ഈ പ്രതിസന്ധിയിൽ മകത്തേൻ എന്താണ് പറയാനുള്ളത്? നമുക്ക് മുമ്പേ ആൾക്കാരുണ്ട് കേട്ടോ. ഫോൺ കൊണ്ട് കയറാൻ പാടി തന്നെ പിള്ളേർ ഓടെ കയറിയിരിക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ലാസ്റ്റ് എന്ന് പൊന്മുടി വന്നതെന്നൊന്നും ഓർമ്മയില്ല. കുറേ നാൾക്ക് ശേഷം വീട്ടിൽ ഇപ്പോഴാണ് പറഞ്ഞത്. ഞാൻ അന്ന് ഇവിടെ അത് കയറിയാന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അയ്യോ വെയിൽ ഓർമ്മ ഒരു രക്ഷയില്ല. കണ്ടില്ല ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ആ മലയിലോട്ടുള്ള യാത്രയാണ്. കുറച്ച് ദൂരം ഉണ്ട്. ആൻഡ് ഇവിടെ വന്നിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. പക്ഷേ കുറച്ച് ഡേഞ്ചർ പരിപാടിയാണ്. സേഫ്റ്റി നോക്കി വരിക എല്ലാവരും. എല്ലാവരും എന്നെപ്പോലെ പ്രൊഫഷണൽസ് ആയിരിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പൊന്മുടി ക്ലോസ്ഡ് ആണെന്ന് വിചാരിച്ചത്. അയ്യോ അവരെത്ര പേര് നമ്മളെ കൂടെ ഉള്ളതാണ്. എത്തിയില്ല. സ്പീഡ് സ്വർഗം ഫീൽ. നിങ്ങൾ എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞൂടാ. We are reaching our next location. അയ്യോ ഇതിന് എൻ്റെ വീട്ടുകാർ കാണുമ്പോൾ ആക്ച്വലി വീട്ടിൽ പറഞ്ഞിട്ടില്ല. വീട്ടിൽ ചാൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകണമെന്നാണ് പറഞ്ഞത്. ആക്ച്വലി പൊന്മുടി നമ്മുടെ മൈൻഡിൽ ഇല്ലായിരുന്നു. പെട്ടെന്നുണ്ട് ഒറ്റ മൈൻഡിൻ്റെ പുറത്ത് വന്നതാണ്. ഫസ്റ്റ് വർക്കലായിരുന്നു പ്ലാൻ. പിന്നെ അത് വേറെ സ്ഥലത്തോട്ട് മാറി. എന്നാൽ പിന്നെ വിചാരിച്ച് പിന്നെ ഇങ്ങോട്ട് എന്തുകൊണ്ട് വന്നുകൂടാ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ പുറത്താണ് പൊന്മുടി കയറിയത്. ബാക്കിയുള്ളവർ വരാനുണ്ട്. ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് വരാം. കുറച്ച് ദൂരം അതുകൊണ്ട് ആ പോയിന്റിലെത്തണം. അല്ലേ അങ്ങനെ സംസാരിച്ച് പോകാം. ചിലപ്പോൾ സംസാരിച്ച് പോകുമ്പോൾ ദൂരം അറിയില്ല. വിചാരം നല്ല പാടുള്ള സ്ഥലമാണ്. ഇതൊന്നുമല്ല. ഇതിനെക്കാട്ടി എത്തിയിട്ടോ അവിടെയാണ് നമ്മൾ ആദ്യം വന്ന് കയറണത്. അവിടെ വന്ന് കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അറ്റത്തോട്ട് എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കണം. സൂക്ഷം കണ്ടൊക്കെ പറഞ്ഞിട്ടൊക്കെ മേഘം എൻ്റെ കൈ ഫോക്കസല്ലേ. മേഘം ഇരിക്കാനൊക്കെ സെറ്റപ്പ് ഉണ്ട്. എനിക്ക് തോന്നേ ആദിവാസികൾ ക്യാമ്പ് ഫയർ ഇട്ട സ്ഥലമായിരിക്കും. കാരണം ഇത്രയും നല്ല രീതിയിൽ കല്ലൊക്കെ അടിക്കുക ചെയ്യും. അവിടെ ഒരു വേറെ സ്ഥലത്തൊരു സ്ഥലം. അത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയാമെന്ന് കാണിച്ചാണേ. പൊന്മുടി കണ്ട് ഇറങ്ങി നൈസായിരുന്നു. നമ്മൾ രാവിലെ വന്നോട്ട് നൈസായിരുന്നു. ഇപ്പം വെയിലടിച്ചോളാം. എൻ്റെ അടുത്തല്ലേ അന്ന് പൊടിയ ഒരു വ്ളോഗിലുണ്ട്. ഞാൻ ചമ്മന്തി പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പൊ നീ അതൊക്കെ പോസ്റ്റ് ചെയ്യും. പിന്നെ ഫോട്ടോ ഒക്കെ വരും. എല്ലാം വരും. ഇവിടെ കാണിക്കണം. കേറിയപ്പോഴേ ഒരു ആംബിയൻസ് മാറിയാണ്. ന്യൂ സ്പോട്ട് ചേട്ടനറിയാന്നുള്ള ഇതൊരു ഹിഡൻ സ്പോട്ട്. ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്.
ഓ മങ്കി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്ന് തരുക. ബ്രോ വന്നിട്ട് ക്യാമറ മറ്റൊന്ന് ഏരിയ ഷോട്ട് എടുത്തായിരുന്നു കേട്ടോ. ഫോൺ വെച്ചിട്ട് ഏരിയ ഷോട്ട് എടുത്തു. താഴെ വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കണം. എന്തിനാ നൈസ് സ്ഥലം. ഓരോ സ്റ്റെപ്പ് ഉണ്ട്. താണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഇതുകൊണ്ട് അവിടെയും സ്റ്റെപ്പ്. പ്രോഗ്രാമിൻ്റെ കഷ്ടപ്പാടുകൾ എനിക്ക് കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞോ. ഞാൻ കുറേ നാളെ വെളിയിലോട്ട് ഇറങ്ങി വ്ളോഗ് ഇതിൻ്റെ അകത്തുനിന്ന് വീഡിയോ ഇത് വെളിയിലോട്ട് വരുമ്പോൾ വ്ളോഗ് ചെയ്യാൻ ഒരു മടിയാണ്. മുതലൊന്നും ചാടി അതല്ലേ നൈസ് സ്പോട്ട്. മുതലേ അടി വന്നാൽ ഒരു കൈ കൊണ്ട് ഇങ്ങോട്ടാക്കണം, മറ്റേ കൈ കൊണ്ട് ഒരു അടി കൊടുക്കണം. ശ്രദ്ധിച്ച് വരണം, ഇത്രേ ഉള്ളൂ. ഇങ്ങോട്ട് ചേരയൊന്നും ആ വഴിയൊക്കെ നൈസ്. ഇവര് തന്നെ എപ്പോഴും ഒരുമിച്ച് വരണം. ആ വഴിയൊക്കെ നൈസ്. വെള്ളമൊക്കെ പിന്നെ കുറച്ചിൻ്റെ വേറെ നല്ല സ്ഥലമെല്ലാം കിട്ടണേ. നമ്മൾ പൊന്മുടി നിന്ന് തിരിച്ചോടും. എല്ലാവരും ഷട്ട് ഡൗൺ ആയി ബാക്കിൽ. ഞാൻ മാത്രമേ ഉള്ളൂ. ഷട്ട് ഡൗൺ എണീച്ച്. ഓ ചേട്ടൻ ടെററിൽ